നമസ്കാരം. മന്ത്രി വീണ ജോർജിന്റെ മന്ത്രി കസേര തെറിപ്പിക്കാൻ CPM നേതാക്കൾ. വീണ കാണിച്ചു കൂട്ടുന്ന മണ്ടത്തരങ്ങൾ പാർട്ടിയെ വെട്ടിലാക്കിയിരിക്കുകയാണ്. SFIക്കാരെ മർദ്ദിച്ച ഗുണ്ടയെ പാർട്ടിയിലേക്ക് എഴുന്നള്ളിച്ച ഈ മന്ത്രി കൊച്ചമ്മയെ ഈ കപ്പൽ ആടി ഉലയുകയില്ല എന്ന് പറഞ്ഞ കപ്പലിലെ കപ്പിത്താനും ഇനി രക്ഷിക്കില്ല. ഗോവിന്ദനും കൈവിടും. വീണ ജോർജിനെ രാജിവെപ്പിക്കണമെന്ന ആവശ്യം ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ ഇടഞ്ഞു നിൽക്കുകയാണ്. കാരണം പത്തനംതിട്ടയിൽ വീണ കാണിച്ചു കൂട്ടിയത് CPMനെ ഇപ്പോൾ പടുകുഴിയിലാക്കിയിരിക്കുകയാണ്. കാരണം ഇനിയും ഇതുപോലത്തെ പാഴുകളെ താങ്ങാനായിട്ട് കഴിയില്ല എന്നാണ് നേതാക്കൾ പറയുന്നത്. DYFI SFI സംഘത്തെ കൊല്ലാൻ ശ്രമിച്ചവരെയും ഇപ്പോൾ മാലയിട്ട് പാർട്ടിയിലേക്ക് സ്വീകരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കുട്ടി സഖാക്കളടക്കം ഇപ്പോൾ കട്ടക്കലിപ്പിലാണ്. പത്തനംതിട്ടയിൽ കാപ്പ കേസ് പ്രതിക്കൊപ്പം CPMൽ ചേർന്ന സുധീഷ് വീണ ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങിയ DYFIക്കാരെ വധിക്കാൻ ശ്രമിച്ച കേസിലും ഇപ്പോൾ പ്രതിയാണെന്ന് അറിഞ്ഞപ്പോൾ പാർട്ടി വീണ്ടും വെട്ടിലായിരിക്കുകയാണ്. പോലീസ് ഈ കേസിൽ കുറ്റപത്രം സമർപ്പിച്ച ഘട്ടത്തിലാണ് മന്ത്രിയും അതുപോലെ തന്നെ ജില്ലാ സെക്രട്ടറിയും ചേർന്നുകൊണ്ട് ഇയാളെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചത്. അതേസമയം മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് MLA ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുകയാണ്. കാരണം ക്രിമിനൽ പശ്ചാത്തലമുള്ളവർക്ക് മന്ത്രിയും അതോടൊപ്പം തന്നെ ജില്ലാ സെക്രട്ടറിയും ചേർന്നുകൊണ്ട് രക്തഹാരം അണിയിച്ചതിന് പിന്നാലെ തുടങ്ങിയ വിവാദങ്ങൾ ഇപ്പോൾ തീരുന്നില്ല. കാപ്പ കേസ് പ്രതിക്കൊപ്പം തന്നെ പാർട്ടിയിലേക്ക് എത്തിയ കുമ്പഴ സ്വദേശി സുധീഷ് SFIക്കാരെ കൊല്ലാൻ ശ്രമിച്ച കേസിൽ ഒളിവിലുള്ള പ്രതിയാണെന്ന വിവരം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അതേ വ്യക്തിക്കെതിരെ വേറെയും ക്രിമിനൽ കേസുകളുണ്ട്. 2021 ഏപ്രിൽ 4 വീണ ജോർജിന്റെ പ്രചരണത്തിന്റെ ഭാഗമായിട്ടുള്ള കുട്ടിക്കലാശം കഴിഞ്ഞ് മടങ്ങിയ DYFI പ്രവർത്തകരെ ആക്രമിച്ച കേസിൽ ഇയാൾ പ്രതിയാണ്. വടിവാളും അതുപോലെ തന്നെ കമ്പിവടിയും ഹെൽമറ്റും ഉപയോഗിച്ചുകൊണ്ട് ആക്രമിച്ചെന്നാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. BJP വിട്ട് CPMലേക്ക് എത്തിയതോടെ യുവാക്കളെല്ലാം തന്നെ ഇപ്പോൾ ശരിയുടെ പക്ഷത്ത് ആയെന്ന് മന്ത്രി ആവർത്തിച്ച് പറയുകയാണ്. അതുമാത്രമല്ല MLAമാർക്കെതിരായിട്ടുള്ള കേസുകളോട് പോലും ഇതിനെ താരതമ്യം ചെയ്തും ഇക്കാര്യത്തിൽ ന്യായീകരണം തീർത്തു മന്ത്രി. അതേസമയം ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ സ്വീകരിക്കാൻ പോയ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന് പിന്നാലെ കോൺഗ്രസും പ്രതിഷേധം ഇപ്പോൾ ശക്തമാക്കിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നേരത്തെ CPMൽ ചേർന്ന ശരൺ ചന്ദ്രൻ കാപ്പ കേസ് പ്രതിയല്ല എന്ന CPMന്റെ വാദം തള്ളി ജില്ലാ പോലീസ് മേധാവിയും ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. പാർട്ടി നേതാക്കൾ പലവിധ ന്യായീകരണങ്ങളുമായിട്ട് ഈ വിഷയം തണുപ്പിക്കാനായിട്ട് ശ്രമിക്കുമ്പോഴാണ് ഈ വാദങ്ങളെല്ലാം കൂടെ തള്ളിക്കൊണ്ട് ശരൺ ചന്ദ്രൻ കാപ്പ കേസിലെ പ്രതിയല്ല എന്ന ജില്ലാ പോലീസ് മേധാവി ഇപ്പോൾ വ്യക്തമാക്കി. പാർട്ടി നേതാക്കൾ പലവിധ ന്യായീകരണങ്ങളുമായിട്ട് ഇപ്പോൾ ഈ വിഷയം തണുപ്പിക്കാനായിട്ട് ശ്രമിക്കുമ്പോഴാണ് ഈ വാദങ്ങളെല്ലാം തള്ളിക്കൊണ്ട് ശരൺ ചന്ദ്രൻ കാപ്പ കേസിലെ പ്രതിയാണെന്ന് ജില്ലാ പോലീസ് മേധാവി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതോടെ പ്രതിയെ മാലയിട്ട് പാർട്ടിയിലേക്ക് ആനയിച്ചവർ ഇപ്പോൾ വെട്ടിലായിരിക്കുകയാണ്. കാപ്പ കേസ് നിലവിലുള്ളപ്പോൾ ശരൺ ചന്ദ്രൻ വ്യവസ്ഥകളെല്ലാം തന്നെ ലംഘിച്ചെന്നും അതോടൊപ്പം തന്നെ മറ്റൊരു ക്രിമിനൽ കേസിൽ അയാൾ പ്രതിയാണെന്നും നടപടികൾ തുടരുകയാണെന്നും ജില്ലാ പോലീസ് മേധാവി V അജിത്ത് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. ശരൺ ചന്ദ്രനൊപ്പം തന്നെ CPMൽ ചേർന്ന സുധീഷ് പോലീസ് രേഖകളിൽ ഒളിവിലുള്ള പ്രതിയാണ്. ഇയാളെ ഉടൻ പിടിക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു വെക്കുന്നുണ്ട്. മന്ത്രി വീണ ജോർജിന്റെയും അതോടൊപ്പം തന്നെ CPM ജില്ലാ സെക്രട്ടറി KP ഉദയഭാനുവിന്റെയും സാന്നിധ്യത്തിലാണ് 60-ലേറെ BJP അനുഭാവികൾ കഴിഞ്ഞയാഴ്ച CPMൽ ചേർന്നത്. നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ CPMൽ ചേർന്നവരുടെ ക്രിമിനൽ പശ്ചാത്തലം ചൂണ്ടിക്കാട്ടി മന്ത്രിയെ രൂക്ഷമായി വിമർശിക്കുകയുണ്ടായി. ഇതോടെ CPM ഈ വിഷയത്തിൽ ഇപ്പോൾ വെട്ടിലായിരിക്കുകയാണ്. എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.